Hi all, welcome to I Plus. ഞാൻ അക്ഷര. Category 1 to science questions. നമുക്ക് പൊതുവേ എന്താണ് സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ഫുള്ള് പഠിക്കണോ എന്ന് സംശയം തോന്നുന്ന ഒരു മേഖലയാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് സിലബസിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ. എന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന്. അപ്പോൾ ഇതിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിച്ചു, നിങ്ങളുടെ ലേണിംഗ് ഗ്യാപ്പ് എത്രയുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത്ര ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര മാത്രമേ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയുള്ളൂ എങ്കിൽ എന്താണ് അവിടെ ലേണിംഗ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഒരു നിശ്ചിത പാതയിലൂടെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഓൾറെഡി എന്താണ് ഇപ്പോൾ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമുള്ള ആറ്റം ഉണ്ടെന്ന് നമുക്കറിയാം. ആറ്റത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്, അതിനെ ഓർബിറ്റ് എന്ന് പറയും നമുക്കറിയാം. ഓർബിറ്റിലൂടെ ആറ്റത്തെ എന്താണ് ചുറ്റി വരുന്ന ആ ഒരു കണത്തിന് പറയുന്ന പേര് എന്താണ്? ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഇവയൊന്നുമല്ല. നമുക്ക് ആറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ 3 പേരുമാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാം അല്ലേ. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ആണെന്ന് അറിയാം. അതിൽ ആറ്റത്തിന് ചുറ്റി വരുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ് വരുന്നത്? ഇലക്ട്രോൺ ആണ് ആറ്റത്തിന് ചുറ്റി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കൺസെപ്റ്റുകൾ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ ചാർജ് ഇല്ലാത്തത് ആർക്കാണ്, നെഗറ്റീവ് ചാർജ് ഉള്ളത് ആർക്കാണ്, പോസിറ്റീവ് ചാർജ് ഉള്ളത് ആർക്കാണ്, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളോട് എന്ത് ചെയ്യുക, നിങ്ങൾ ചേർത്ത് പഠിച്ചു പോകാം. ഇപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്, ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാക്കുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? 2 കാര്യങ്ങളാണ്. ഒന്ന് കാർബൺ മോണോക്സൈഡും. കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ എന്ത് ചേർക്കുന്നു? നൈട്രജനും കൂടെ കൂടി ചേരുമ്പോൾ അവിടെ ഒരു മിശ്രിതം ഉണ്ടാകുന്നുണ്ട്, ഒരു മിക്സ്ചർ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേര് എന്താണ്? ഇതൊക്കെ നമുക്ക് എന്താണ് വളരെ ബേസിക് കാര്യങ്ങളാണല്ലേ. അപ്പോൾ ആ ഒരു കാർബൺ മോണോക്സൈഡ് നൈട്രജനോട് കൂടി ചേർന്നുണ്ടാകുന്ന മിശ്രിതം എന്താണ്? വാട്ടർ ഗ്യാസ് ആണോ, ഡ്രൈ ഐസ് ആണോ, പ്രൊഡ്യൂസർ ഗ്യാസ് ആണോ, കാർബോജൻ ആണോ? കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടി ചേർന്നുള്ള ആ മിശ്രിതം അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്നതാണ്. അപ്പോൾ വാട്ടർ ഗ്യാസും ഡ്രൈ ഐസും കാർബോജനും ഒക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മറ്റ് ടേംസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബാക്കി ടേംസും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെക്കൗട്ട് ചെയ്ത് പോവുക. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏത്? ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട ഇന്ധനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കലോറി മൂല്യം ഉള്ളത് എന്തിനാണ്? LPG, മീഥേൻ, കൽക്കരി, ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യം ഉള്ളത് ഈ കൂട്ടത്തിൽ ഏത് ഇന്ധനത്തിനാണ്? അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഇത്രയധികം കലോറിക മൂല്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടും എന്താണ് സാധാരണഗതിയിൽ ഹൈഡ്രജനെ നമ്മളൊരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കും. കലോറി മൂല്യം കൂടുതലാണെങ്കിൽ നമുക്ക് അത്രയും ലാഭമല്ലേ. എന്നിട്ട് പോലും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ. അപ്പോൾ ആ കാരണം എന്താണ് കാരണം എന്ന് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സിലിക്കൺ കണ്ടുപിടിച്ചത് ആരാണ്? അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്കവറീസിനെ കുറിച്ചും ഇൻവെൻഷൻസിനെ കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരത്തിലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിലിക്കൺ കണ്ടുപിടിച്ചത് ആരാണ്? ഹംഫ്രി ഡേവി, മേരി ക്യൂറി, ബെസേലിയസ്, കാൾ ഷീലർ. അപ്പോൾ ഈ ഓരോ പേരുകൾ നോക്കുമ്പോൾ ഇവരൊക്കെ എന്താണ് പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം സിലിക്കൺ കണ്ടുപിടിച്ചത് ബെസേലിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹംഫ്രി ഡേവിയുടെ, മേരി ക്യൂറിയുടെ, കാൾ ഷീലയുടെ ഒക്കെ കണ്ടുപിടുത്തങ്ങൾ എന്താണ്? എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ് തന്നെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കുറേ ആശയങ്ങൾ ഒന്നിച്ച് നമ്മൾ പഠിച്ചു പോവുകയാണ്. അല്ലാതെ നമുക്ക് എന്താ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഫുൾ എന്താ ഓരോ വരിയും ഇങ്ങനെ കാണാതെ പഠിച്ച് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കണക്ട് ചെയ്ത് ആശയങ്ങൾ പഠിച്ച് പോവുക. അടുത്ത ചോദ്യം. വിളക്കുതിരി എണ്ണയെ വലിച്ചെടുക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപ്പോൾ നോക്കിയാൽ വിളക്കുതിരി എണ്ണയെ വലിച്ചെടുക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? അപ്പോൾ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യം തന്നെയാണ്. പ്രതലബലം, ശ്വാനബലം, കേശികത്വം, പ്ലവക്ഷമ ബലം. അപ്പം പിന്നെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടേംസിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാറ്റഗറി 1 and 2 വരുമ്പോഴത്തേക്ക് മിക്കവാറും എന്താണ് ഈ വാക്കുകളുടെ തന്നെ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് തരാറുണ്ട്. ഇംഗ്ലീഷ് ടേംസ് ആണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് എങ്കിൽ അത് നോക്കിയിട്ട് എന്താണ് പെട്ടെന്ന്
ഉത്തരം കണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്താണ് കേശികത്വം എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നില്ല. എന്നാൽ കാപ്പിലറി റൈസ് എന്ന് കേൾക്കുമ്പോൾ ആ ഒരു റൈസ് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യും. അപ്പം ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നോക്കും. പിന്നെ ചില സമയത്ത് എന്താണ് മലയാളവൽക്കരിച്ച മലയാള പദങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ചോദ്യം എന്താണ്, ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ആയിരിക്കത്തില്ല. ഇപ്പോൾ പ്രതലബലത്തിനൊക്കെ എന്താണ് ചിലപ്പോൾ അതുപോലെ വരാതെ മുമ്പൊരു PSCക്കോ മറ്റോ ചോദിച്ചതാണ് ഉപരിതല പിരിമുറുക്കം എന്നൊക്കെയുള്ള ടേംസൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വന്നു. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിരുന്നാലും മലയാളം ടേംസും പഠിക്കണം. നമുക്കിപ്പം LP UP എക്സാംസ് ഒക്കെ വരുമ്പോൾ അത് മലയാളത്തിലാണ് ചോദിക്കുന്നതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് മലയാളം ടേംസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്, വിളക്കുതിരി എണ്ണയെ വലിച്ചെടുക്കുന്നതിന് കാരണമായ പ്രതിഭാസം എന്താണ്, കേശികത്വമാണ്. അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.